ഹലോ. അപ്പോൾ കുറേ ആയില്ലേ കണ്ടിട്ട്. സത്യത്തിൽ ഞാൻ കുറച്ച് ലേറ്റായി, പക്ഷേ എനിക്ക് കുറേ പെൻഡിങ്സും ക്ലാസ്സസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെൻഡിങ് ക്ലാസ് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ വർഷം LP UP എക്സാം എഴുതിയപ്പോൾ അവളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നിട്ട് അവൾക്ക് വയ്യായും സ്ട്രെസ്സും മരുന്നും അങ്ങനെയായി. അപ്പോൾ അവളാണ് എന്നോട് പറഞ്ഞത്, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പഠിക്കരുത്, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് ഔട്ടിങ്ങനെ കിട്ടിയാൽ നമ്മൾ പോവുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളൊന്ന് വീടിൽ നിന്ന് ഒരു 2 മണിക്കൂർ എടുക്കും നെല്ലിയാമ്പതിക്ക്. ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾ അവിടെ സ്റ്റേ അടിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ കണ്ടു. അതായത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കി ചായ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പറിച്ച് കയ്യിലേക്ക് വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഈ നെല്ലിയാമ്പതി പ്ലാൻ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ രാവിലത്തെ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഇവർ പ്ലാൻ ചെയ്യുകയാണ് പെട്ടെന്ന് നമുക്ക് പോകാമെന്ന്. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫേസ് വാഷും കൂടെ ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അതും വാങ്ങി. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ചിറ്റൂർ കൊങ്ങമ്പട എന്ന് പറയും. അപ്പോൾ ഈ കൊങ്ങമ്പട ഒരു നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണ്. ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെ കാലമാണല്ലോ. അപ്പോൾ അത് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞു. ഞങ്ങൾ കുറച്ച് വൈകുന്നേരം വരേണ്ടതിന് പകരം ഞങ്ങൾ കുറച്ച് വൈകുന്നേരം ഇരുട്ടാവുന്നതിന് മുമ്പേ ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ PSCക്കാരുടെ യൂട്യൂബിലും ഞാനിത് കണ്ടു. എൻ്റെ ഭഗവാനി അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റിക്കറൊക്കെ ഞാൻ ഒട്ടിച്ചതാണ് കേട്ടോ. സ്റ്റിക്കർ ഒട്ടിച്ചത് ഓൾറെഡി ഉള്ളതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. നമ്മൾ പിന്നെ ഇങ്ങനെ എന്താ പറയുക, സ്റ്റിക്കർ ഒട്ടിച്ച് എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കറൊക്കെ അങ്ങ് എടുത്ത് ഒട്ടിച്ച് ബുക്കൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്യുമായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, മെറ്റലാണ്. അതുകൊണ്ട് ഒരിക്കലും അത് പൊട്ടുകയോ അങ്ങനെ ഉള്ള പരിപാടികളൊന്നും ഇല്ല. അടിപൊളിയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് കോമ്പിനേഷനാണ്, അപ്പോൾ അതും ഉണ്ടാക്കി കഴിച്ചു. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് മീഷോ എന്നാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഇതാ എൻ്റെ ടേബിളൊക്കെ ഇങ്ങനെ എന്താ പറയുക, അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് ഒതുക്കി പറക്കി വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ വാങ്ങിയ ഈ ബുക്കുകൾ, ഓരോ സബ്ജക്റ്റിനും വേണ്ടി വാങ്ങിയ ഈ ബുക്കുകളൊക്കെ കഴിഞ്ഞു, ഏകദേശം കഴിയാറായി. മെയിൻലി ഈ സയൻസും ഇംഗ്ലീഷും മലയാളവും ഒക്കെയാണ് വേഗം കഴിയുന്നത്. അങ്ങനെ ഞാൻ ഇതേ ബുക്സ് ഞാൻ ഒരു 4 ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ വെയിറ്റിംഗ് ആണ്. അത് വന്നിട്ട് വേണം ബാക്കി ക്ലാസ്സുകളൊക്കെ എനിക്ക് പെൻഡിങ് ഒക്കെ കണ്ടെഴുതി തീർക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.